ഹലോ 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 കാർ നിർത്തേ. റൂമിലാളുണ്ടല്ലോ. ഉണ്ട് സർ. അതെ അതെ, ഒന്നും ആലോചിക്കാതെ അല്ലല്ലോ നമ്പ്യാർ ഇതൊക്കെ ചെയ്യുന്നത്. ചിട്ടിക്കമ്പനിയുടെ അധ്യായം ഇതോടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത മേഖലയിലായിരിക്കും കളി. ആ, ആളിങ്ങെത്തിയല്ലോ, കൊടുക്കാം. അളിയന ഹലോ, മന്ത്രിയായതിനു ശേഷം ബന്ധുക്കളെ മാത്രമേ താൻ വിളിക്കൂ അല്ലേ? അയ്യോ, ഞാൻ വെറും ഒരു പാപ്പരല്ലേ, ഒരു ചില്ലിക്കാശിന് പോലും വകയില്ലാത്തവൻ. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അളിയനും പോലീസ് സൂപ്രണ്ടിന്റെ മോനും ഒക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് ഒരുവിധം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഇല്ല, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് മാറുന്നുള്ളൂ. ആ ഗസ്റ്റ് ഹൗസിലോട്ട് വാ. ആ പിന്നെ ഞങ്ങളൊക്കെ കൂടിയാ തന്നെ മന്ത്രിയാക്കിയെന്ന കാര്യം മറക്കരുത് കേട്ടോ. വയ്ക്കട്ടെ. പോയ കാര്യം എന്തായി? ലൈസൻസ് കിട്ടും. എന്റെ ഒരു അമ്മാവനുണ്ട് കായംകുളത്ത്, കണ്ണും ചെവിയൊന്നും കേൾക്കില്ല. പുള്ളിയുടെ പേരിലെടുക്കാം. യെസ്. ആഹാ, താനെങ്ങനെ ഇവിടെ എത്തി? ആ പിന്നെ നമ്മുടെ ചിട്ടി കമ്പനിയിലായിരുന്നു. ഓഹോ, കമ്പനി പൊളിഞ്ഞപ്പോ എന്നെ പോലെ തന്നെ ഇവരും കഷ്ടത്തിലായി. കമ്പനി പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സമ്പന്നന്മാർ കുളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പാവപ്പെട്ട കുറെ മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ കാശാതാണ് തട്ടിയെടുത്ത്. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനുഭവം വേറെ ആയിരിക്കും. എന്റെ പൊന്നനിയാ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? എല്ലാം ഞാൻ കോടതി പ്രസന്റ് ചെയ്തതാ. കോടതി എന്നെ IP ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒരുത്തനും ഞാൻ ഇനി കടം വീട്ടേണ്ടതില്ല. IP 5 സ്റ്റാർ ഹോട്ടലിൽ സ്കോച്ച് കുടിക്കുന്ന പാപ്പര്, നാട്ടുകാരുടെ പണം പറ്റിച്ചെടുത്ത് കള്ളക്കണക്കുണ്ടാക്കി നഷ്ടം കാണിക്കുന്ന കുറെ കമ്പനികൾ, അതും വല്ലവന്റെയും പേരിൽ. ഇവിടെ നിന്ന് ബഹളം വയ്ക്കരുത്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ താൻ ജോലിക്ക് കയറുന്നത്. ഡേവിഡ് ആണ് തന്നെ പരിചയപ്പെടുത്തിയത്. അയാൾ മരിച്ചുപോയി. ഇനി എന്തെങ്കിലും ഉണ്ടേ കോടതി ചെല്ല്. ഓ വേണ്ട, അല്ലാതെ തന്നെ നിങ്ങളെ ഞാൻ നേരിടും. നിയമം വളച്ചൊടിച്ച് കോടതി മുമ്പിൽ നിങ്ങൾ പാപ്പറായിട്ടുണ്ടാകാം. പക്ഷെ RK നമ്പ്യാരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എവിടെയാണെന്നും ആരുടെയൊക്കെ പേരിലാണെന്നും ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. നിങ്ങളുടെ കള്ളത്തരങ്ങളെ കുറിച്ചുള്ള കുറെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ നിരത്തി തന്നെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും. ഇത്രയും നേരം വൈകാൻ എന്ത് പറ്റിയാവോ? നീ ആവശ്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തത് കേട്ടോ. ഞാൻ എപ്പോഴാ കുറ്റപ്പെടുത്തിയത്? നീ എപ്പോഴും അവനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. ഇവിടെയുള്ളവർക്കാർക്കും എന്റെ വിഷമം മനസ്സിലാവാത്ത. നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്ന എന്തിനാ? അച്ഛൻ പോയി കിടന്നേ, പുറത്ത് മഞ്ഞുണ്ട്. എന്തോ ഉറക്കം വരുന്നില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ. അവനെവിടെയെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടോ? എന്റെ പൊന്നു വക്കീലെ, അവന് വട്ടാണ്. ശിക്ഷ അനുഭവിക്കുന്ന എനിക്കൊരു പ്രയാസമില്ല. പിന്നെന്താ അവനിത്ര വിഷമം? അപ്പീൽ കൊടുക്കണം, എന്നെ പുറത്തിറക്കണം. അവനങ്ങനെ പലതും പറയും. ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറ്റം ചെയ്ത് അവനാണെന്ന് കൂടെ പറയും. മണ്ടൻ വക്കീൽ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവനല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? കടം വീട്ടണം, അനിയത്തെ കല്യാണം കഴിച്ച് അയക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ തീരുന്നു വെച്ചാൽ എന്ത് ചെയ്യും? ആ, വക്കീൽ ഇവിടെ വരെ വന്നുകൊണ്ട് പറയാ, ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്ന് അവനോട് പറയണം. ജനാർദ്ദൻ ഇനി വരില്ല. ഇന്നലെ രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിലാണ് ബോഡി കണ്ടത്. രാത്രിയിൽ ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പിൽ എടുത്തിയാടിയിരിക്കും. തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു.
ഈ മാറ്റർ ഇന്നത്തെ പത്രത്തിൽ കൊടുക്കണ്ടെന്ന് സാർ പറഞ്ഞോ? പറഞ്ഞു. നാളെ ഇത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോഴേക്കും എല്ലാ പത്രത്തിലും വന്നു കഴിയും. വരട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്കിത് കിട്ടിയെന്ന് സാറിന് അറിയോ? മറ്റാർക്കും ഇത്രയ്ക്ക് ഫോട്ടോസ് കിട്ടിയിട്ടില്ല. മാനസിരിക്കൂ. ഇതിലിത്ര അപ്സെറ്റ് ആവാനൊന്നുമില്ല. ജേർണലിസം പഠിച്ച് പുറത്തു വരുന്നവർക്കൊക്കെ തുടക്കത്തിലുണ്ടാവുന്ന ഒരു ആവേശമാണിത്. വിഷമം പിടിച്ച വാർത്തകൾക്ക് പിന്നാലെ പായുക, ചൂടാറുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുക. അത് തെറ്റാണെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? തെറ്റാണെന്നല്ല, പക്ഷേ സ്ഥലവും സന്ദർഭവും മാറിപ്പോയാൽ അത് തെറ്റായിട്ട് വരും. മാനസിക്ക് മനസ്സിലായില്ല? ഇല്ല. താൻ ഈ പത്രത്തിലെ ഒരു സ്റ്റാഫാണ്. വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് താൻ കൊണ്ടുവരുന്നൊരു വാർത്ത നമ്മുടെ ഡയറക്ടർ ബോർഡിന്റെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ അത് നമ്മുടെ പത്രത്തിൽ വരില്ല. ഹലോ, അത് എഡിറ്ററാണ്. ബെൻ എഴുതിയ? അതെ, ശരണാലയം. അതിന് സാഹിത്യ അക്കാദമി അവാർഡോ? ആയിരിക്കുമല്ലോ. നല്ല നോവലായോണ്ടാണല്ലോ അവാർഡ് കിട്ടിയത്. ഗ്രന്ഥകർത്താവിന്റെ ഡീറ്റെയിൽസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ. സർ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത്തവണത്തെ അവാർഡ് ശരണാലയത്തിനായിരിക്കുമെന്ന്. എന്ത് ശക്തമാണ് ആ ഭാഷ! അത്തരം ഒരു തീം നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. റിയലി ഫാന്റാസ്റ്റിക്. എവിടുത്തുകാരനാണ് ഈ ബെൻ? അതറിയില്ല. ആദ്യത്തെ നോവലായതുകൊണ്ട് പത്രക്കാരൊന്നും അയാളുടെ പുറകെ പോയി തുടങ്ങിയിട്ടുണ്ടാവില്ല. ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യണമല്ലോ. 1 സെക്കൻഡ്.